நாம் வந்திருக்கும் இந்த காலமானது இயேசு கிறிஸ்துவினுடைய இரண்டாம் வருகை நிகழும் കാലത്തിലെ വന്നിരിக்கிறோம். ദൈവസഭയെ കർത്താവ് തന്റെ ആത്മാവിനാൽ ശക്തീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കർത്തർ താമേ നമ്മുടെ തിരുച്ചഭയെ ആവിയിനാലെ ബലപ്പെടുത്തുகின்ற നാൾകൾ ഇത്. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ ഒരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ്. நான் விசுவாசிக்கின்ற காரியம் இந்த தலைமுறையிலே ഒരു ആവിക്കുரிய മുന്നേറ്റം അടയപ്പോகிற ഒരു കാലം ഇത്. എനിക്കുണ്ടായ ചില സ്വപ്നങ്ങൾ, വചനങ്ങൾ, അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിധமாக ഒരു ചില സ്വപ്നങ്ങൾ, കനവുകൾ, തിരുവസനങ്ങൾ അവകളെ ഞാൻ ഉങ്ങളോട് പകർന്നു കൊള്ള വിരുമ്പുகிறேன். 2002 എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഒരു ഗ്രന്ഥരചനയിലേക്ക് നയിച്ചു. 2002 ആണ്ടിലെ ഞാൻ കണ്ടതാണ് ഒരു സ്വപ്നം ഒരു പുസ്തകം എഴുതുമ്പടിയാക എന്നെ വഴി നടത്തിയത്. ആ സ്വപ്നം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. அந்த സ്വപ്നത്തെ ഉങ്ങളോട് പകർന്നു കൊള്ളുമ്പടിയായി ഞാൻ വിരുമ്പുகிறேன். 2002 ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ 2002 ആണ്ടിലെ ഒരു നാൾ രാത്രിയിലെ ഞാൻ നിദ്ര ചെയ്തുകൊണ്ടിരിക്കും പൊഴുത് ആരോ ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. யாரோ ஒருவர் என் அண்டையிலே கடந்து வருவதை நான் സ്വപ്നത്തിലെ കണ്ടேன். എൻ്റെ അടുക്കൽ വന്ന ആൾ എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. என்னிடத்தில் வந்ததான அந்த நபர் என்னை தட்டி எழுப்பி என் கூட வா என்று சொன்னார். ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. நான் அந்த மனிதனுக்கு பின்னாக நடக்க ஆரம்பித்தேன். അങ്ങനെ നടന്ന് പച്ചപ്പുൽ നിറഞ്ഞ വലിയൊരു ഗ്രൗണ്ടിലെത്തി. വിധமாக നടந்து ഒരു പസുമயான പുൽവെളിയിലെ മൈതാനത്തിലെ ചെன்றடைந்தேன். ആ മൈതാനത്തിന്റെ ഒത്ത നടുക്കാട്ട് ഒരാൾ പൊക്കത്തൊരു കല്ല് വെച്ചിട്ടുണ്ട്. அந்த മൈതാനത്തിനുடைய മധ്യയിലെ ഒരാൾ ഉയരത്തിற்குரியதான ഒരു കൽ വയ്ക്കപ്പെട്ടിരുന്നത്. എന്നെ കൊണ്ടുവന്ന ആള് ആ കല്ലിന്റെ അടുക്കലേക്ക് ചെന്ന് ആ കല്ലിൽ എന്തോ എഴുതുവാൻ ആരംഭിച്ചു. എന്നെ അழைத்து വന്നവർ அந்த കല്ലിനിടത്തിற்கு ചെன்று ഏതോ എഴുത ആരംഭിத்தார். അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ തൊട്ടപ്പം പാറ കുഴിഞ്ഞ് അക്ഷരം രൂപപ്പെട്ടു വരുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. அவருடைய விரல் பட்ட உடனே அந்த பாறையிலே எழுத்துக்கள் தெளிவாக வருகிறதை நான் கண்டேன். അദ്ദേഹം എഴുതിയത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, റിനൈസൻസ് എന്നൊരു ഇംഗ്ലീഷ് വേർഡാണ് ആ പാറയിൽ എഴുതിയത്. அந்த பாறையிலே அவர் எழுதினதான வார்த்தை റിനൈസൻസ് എன்கின்ற ഒരു ആംഗല വാർத்தை. എഴുതി കഴിഞ്ഞ ശേഷം പറഞ്ഞു, നീ അതിന്റെ പുറത്തും കൂടെ എഴുതുവാൻ എന്നോട് പറഞ്ഞു. அவர் எழுதிய பிறகு என்னிடத்திலே அந்த எழுத்துக்களுக்கு மேலாக என்னையும் எழுதும்படி சொன்னார். ഞാൻ അതിന്റെ പുറത്തും കൂടെ എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതാൻ ആരംഭിച്ചു. அதற்கு மேலாக நான் என்னுடைய விரலினாலே எழுதவும் ஆரம்பித்தேன். അവസാനത്തെ ഈ എഴുതി വീണ്ടും വരാൻ പറഞ്ഞു. கடைசி எழுத்தாகிய ஈ என்கின்ற எழுத்து எழுதியவுடன் அவர் என்னிடத்தில் கூட வா என்று அழைத்தார். ഞാൻ അയാളുടെ പിന്നാലെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഞാൻ അവർക്ക് പിന്നാക മറുപടി നടക്ക ആരംഭിച്ചேன். അദ്ദേഹത്തിന്റെ ശരീരം മനുഷ്യ ശരീരം പോലെ ആയിരുന്നെങ്കിലും കഥകളോ ഭിത്തിയോ ഒന്നും തടസ്സമായിരുന്നില്ല. അവരുടെ ശരീരം മനുഷ്യ ശരീരത്തിനൊപ്പായി കാണപ്പെട്ടിരുന്നാലും കതവുകളോ ചുവരോ അവർ കടന്നു ചെല്ലുവதற்கு തടയാக കാണപ്പെടവിல்லை. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നത്. ഇவ்வாறாக நானும் அவருக்கு பின்னாக நடந்து சென்றேன். അങ്ങനെ നടന്ന് ഒരു കൊട്ടാര സദൃശ്യം ഒരു വീട്ടിലേക്ക് എത്തി. അവിധமாக നടந்து ഒരു അരൺമനയ്ക്ക് തുല്യமான ഒരു ഇടത്തിற்கு കട്ടടത്തിற்கு ചെன்றடைந்தோம். ഏറെ മുറികളുണ്ട്, എല്ലാ മുറികളും അടച്ചിട്ടേക്കാണ്. അനേകം അറകൾ അങ്ങ് കാണപ്പെട്ടത്, അവകളെല്ലാം മൂടിയിരുന്നത്. അതിലെ ഒരു മുറിയുടെ വാതിക്കൽ എന്നെ നിർത്തിയിട്ട് നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആ മനുഷ്യൻ അകത്തോട്ട് കയറിപ്പോയി. അതിലെ ഒരു അറയിനുடைய വാസൽ അണ്ടയിലെ എന്നെ നിൽക്ക வைத்து அந்த മനിതൻ അറയ്ക്കുള്ളേ കടന്നു ചെன்றார். ഒരല്പസമയം കഴിഞ്ഞിട്ടും എന്നെ കൊണ്ടുവന്ന ആളെ ഞാൻ കാണുന്നില്ല. എന്തിനാ എന്നെ കൊണ്ടുവന്നില്ല, ഞാൻ വിചാരപ്പെടുന്നത് പോലെ അനുഭവം ഉണ്ടായി. ചില നേരങ്ങൾ കടന്നു വിട്ടും എന്നെ അழைத்து சென்றவர் എதற்காக கடந்து போனார் என்ற ஒரு எண்ணம் எனக்குள்ளே வந்தது. ഞാൻ നോക്കിയപ്പോൾ ലേശം വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഞാൻ பார்த்தபொழுது அந்த கதவு சிறிய அளவிலே திறந்திருந்தது. ഞാൻ ആ വാതിൽ അല്പം കൂടെ തള്ളി തുറന്നു നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. அந்த கதவை நான் சற்று திறந்து பார்த்தபொழுது நான் கண்டதான காட்சி என்னை மிகவும் வியப்பட வைத்தது. ഒരു വലിയ ഹാള്, ഏറെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും എഴുതുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു பெரிய அறையாக காணப்பட்டது. அநேக வாலிபர்களும் வயோதிபர்களும் அங்கே எழுதுவதாகவும் ஜெபம் பண்ணி கொண்டிருப்பதாகவும் வாசித்து கொண்டிருப்பதாகவும் நான் கண்டேன். ഓരോരുത്തർക്കും ഓരോ ചെയറും ഓരോ മേശയും കൊടുത്തിട്ടുണ്ട്. അതിലിരുന്നുകൊണ്ട് അവർ എഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുന്നു. ஒவ்வொருத்தருக்கும் ஒவ்வொரு மேஜையும் ஒரு நாற்காலியும் கொடுக்கப்பட்டிருந்தது. அதில் உட்கார்ந்து அவர்கள் வாசிப்பதாகவும் ஜெபிப்பதாகவும் எழுதுவதாகவும் கண்டேன். അവർ പരസ്പരം സംസാരിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. അവരവർക്ക് കൊടുത്തിരിക്കുന്ന മേശയിൽ എഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുന്നുണ്ട്. ஒருவருக்கொருவர் பேசிக்கொண்டதில்லை. ஒவ்வொருவரும் அவர்களுடைய இருக்கையில் அமர்ந்து கொண்டு ஜெபிப்பதோ அல்லது வாசிப்பதோ அல்லது எழுதுவதோ കാണപ്പെട്ടത്. എന്നെ കൊണ്ടുവന്ന ആള് എന്നെ കൂടി ഇരുത്താൻ വേണ്ടി ഒരു ശ്രമം നടന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. എന്നെ അழைத்து சென்றவர் என்னையும் ஒரு இடத்தில் அமர வைக்க வேண்டும் என்று முயற்சிப்பதை ഞാൻ அந்த സ്വപ്നത്തിലെ കണ്ടേ. ഒടുവിൽ ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്ത് സ്ഥലമില്ല, മറ്റൊരു മുറി നിന്നെ കൊണ്ടുവന്നിട്ട് അതേ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവർ കടന്നു വന്ന് എന്നിടത്തിലെ ഉനക്ക് അങ്ങ് ഉட்காருவதற்குള്ള ഇടം ഇല്ലേ, ആതതാൽ ഞാൻ ഉന്നെ വേറൊരു അറയ്ക്ക് അழைத்து ചെല്ലുகிறேன் എന്ന് ചൊല്ലി എന്നെ അழைத்து കൊണ്ടുപോനാർ. ആ മുറിയിൽ ഒരു കസേരയും മേശയും പേനയും പേപ്പറും മഷിയും എടുത്തു വെച്ചിട്ട് നീ ഇരുന്ന് എഴുതാൻ പറഞ്ഞു. அந்த அறையிலுள்ள மேஜையின் மீது காகிதம், மை,
അതുപോലെ മറ്റുള്ള എഴുതുമ്പടിயான എല്ലാ ഉപകരണങ്ങളും വയ്ക്കപ്പെട്ടിരുന്നത്. ഞാൻ ആ ചെയറിലോട്ടിരുന്നു, മേശമേ കിടന്ന് പേന എടുത്തുകൊണ്ട് 6E എന്ന പേപ്പറിൽ എഴുതുകയും പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിലും ചാടി നിന്നിച്ചു. அந்த டேபிள் மேலே சேரில் உட்கார்ந்து நான் ஆர் என்று துவங்கி ஈ வரை உள்ள எழுத்துக்கள் எழுதினவுடன் எனக்கு விழிப்பு வந்தது. நான் விழித்தெழுந்தேன். ഞാനൊരു സ്വപ്നം കണ്ടല്ലോ, എന്താ ഒരാൾ വന്നൊരു ഇംഗ്ലീഷ് എഴുതിയല്ലോ, ഞാനത് ഓർത്തെടുത്തു. റിനൈസൻസ് എന്നൊരു പദമാണ് ഞാൻ എഴുതിയത്. அப்பொழுது நான் விழித்துக்கொண்டு எனக்கு கனவில் ஒரு வார்த்தை வந்தது என்று சொல்லி நான் அதை ஞாபகப்படுத்தி பார்த்தபோது റിനൈസൻസ് എன்ற വാർത്ത എനിക്ക് തെളിവാக പുരിതது. ഞാൻ കോളേജിൽ പഠിച്ചൊരു വേർഡാണ് നവോത്ഥാനം ഉണ്ടാകുക, മുന്നേറ്റം ഉണ്ടാകുക എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. நான் கல்லூரியிலே படித்து கொண்டிருக்கும் பொழுது அந்த ஆங்கில வார்த்தையினுடைய பொருள் மறுமலர்ச்சி உண்டாவது, ஒரு புதிய துவக்கம் உண்டாகிறது என்கின்ற அர்த்தங்கள் நான் அதை அந்த வார்த்தையிலிருந்து கற்றுக்கொண்டிருந்தேன். എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്നുള്ള വിചാരപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ஏன் இப்படிப்பட்டதான ஒரு கனவு எனக்கு வந்தது என்று சொல்லி நான் சிந்தனையில் ஆழ்ந்து கிடக்கும்போது എൻ്റെ കൈയും കാലും അതിന് വെള്ള മരവിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. என்னுடைய கால்பாதமும் என்னுடைய உள்ளங்கையும் மரத்து போகின்றதான ஒரு அனுபவம் உண்டாயிற்று. ആ മരവിപ്പ് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു. அந்த மரத்து போகும் நிலை என் ശരീരം മുഴുവതും ഉണ്ടായിട്ട് ആ സമയത്ത് ആരോ പറയുകയാണോ മനസ്സിൽ തോന്നുകയാണോ അത് ഇന്നും എനിക്ക് വ്യക്തമല്ല. அது என்னிடத்தில் யாராவது பேசுவதாக இருந்ததா இல்லை என் மனதில் தோன்றுகிறதா இருக்கிறதா என்று எனக்கு இன்னும் தெளிவாக புரியல. ഒരു ഗാഢനിദ്രയിൽ കിടക്കുമ്പോൾ ആരോ പറയുന്നത് പോലെ മനസ്സിലേക്ക് വരികയാണ്. ஒரு அயர்ந்த நித்திரையில் இருக்கும் பொழுது யாரோ உள்ளத்தோடு பேசுவது போல் எனக்கு அது காணப்பட்டது. മിസ്രൈമിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ്, எகிப்திலிருந்து ஜனம் புறப்பட்டு வருவதற்கு முன் അവിടെ ഉണ്ടായിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ அங்கே காணப்பட்டதான சகலவிதமான பிசாசினுடைய ஆளுகையின் மீதும் ஆதிக்கத்தின் மீதும் தேவ ஜனங்களுக்கு ஒரு அதிகாரம் வழங்கப்பட்டதை பார்த்தேன். ദൈവസഭയുടെ പുറപ്പാടിന് മുമ്പായി സഭ ലോകത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്നൊരു കാലഘട്ടം വരും. தேவனுடைய சபையானது எடுத்துக்கொள்ளப்படும் காலம் வருவதற்கு முன் தேவ சபையானது தேவ ஜனமானது எல்லா பிசாசினுடைய அதிகாரங்களின் மீதும் அவனுடைய ஆளுகை மீதும் ஜெயம் எடுக்கின்ற ஒரு நிலை உண்டாகும். അനുസരിക്കുന്ന വ്യക്തികളെയും സഭകളെ ഉപയോഗിക്കും എന്നിങ്ങനെ ആരോ പറഞ്ഞു വരുന്ന പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു. கீழ்ப்படுகின்ற ஒவ்வொரு நபர்களையும் சபைகளையும் கர்த்தர் மேன்மையாய் வழிநடத்துவார் என்று ஒருவர் சொல்லுவது போல எனக்கு காட்சி அளித்தது. പിന്നീട് രാത്രിയിൽ ഏതോ സമയത്ത് ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുന്നത് എഴുതാനുള്ളൊരു താല്പര്യമായിട്ടാണ്. விதமாக இரவனுடைய ஏதோ ஒரு வேளையிலே நான் நித்திரைக்குள் கடந்து சென்றேன். பிறகு காலையில் வரும்போது எழுத வேண்டும் என்கின்ற ஆவலோடு நான் எழும்பினேன். തുടർന്ന് വന്നൊരു 5 വർഷം എഴുത്ത് തന്നെയായിരുന്നു. தொடர்ந்து 5 ஆண்டு காலங்கள் நான் எழுதி கொண்டே இருந்தேன். അങ്ങനെ 2008 ആ പുസ്തകം പുറത്തിറങ്ങുവാൻ ദൈവം വഴിയൊരുക്കി. അവിധமாக 2008 ആണ്ടിലെ அந்த നൂൽ വെളിയിടുമ്പടിயாக ദേവൻ കൃപ ചെയ്താർ. ിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ எகிப்திலிருந்து தம்முடைய ஜனம் புறப்பட்டு வருவதற்கு முன் பிசாசினுடைய சகலவிதமான அதிகாரங்களின் மீதும் கர்த்தர் தம்முடைய ஜனத்திற்கு ஒரு வெற்றியை வாய்க்க பண்ணது போல ദൈവസഭ ദേശത്ത് കാണുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. தேவனுடைய சபையானது தேசத்திலே காணப்படும் எல்லா விதமான பிசாசின் அதிகாரங்களிலிருந்தும் ஆளுகையின் மீதும் ஜெயம் எடுக்கின்ற ஒரு காட்சியை நாம் காணப்போகிறோம். നമ്മുടെ പോരാട്ടം ജഡികമായുള്ളതല്ല. நம்முடைய യുദ്ധமானது മാംസத்துக்குரியതല്ല. മനുഷ്യനെ പാപത്തിലേക്കും നിരാശയിലേക്കും മദ്യപാനത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നത് ദുരാത്മാക്കളാണ്. இதோ மனிதனே பாவத்திற்கு நேராக, தற்கொலைக்கு நேராக, மதுபானத்திற்கு நேராக, போதை அடிமைத்தனத்திற்கு நேராக வழி நடத்துவது பிசாசினுடைய காரியம். എവിടെ സുവിശേഷം ഉയർന്നുവോ അവിടെ പൈശാചിക കോട്ടകൾ തകർക്കപ്പെടുകയാണ്. எங்கே நற்செய்தி உயர்ந்து வருகிறதோ அங்கே பிசாசின் கோட்டைகள் தகர்க்கப்பட்டு வருகிறது. അവിടെ ജനങ്ങൾ കർത്താവിലുള്ള സന്തോഷം അനുഭവിച്ചറിയുവാനായിത്തീരും. ஜனங்கள் கர்த்தருக்குள்ளான சந்தோஷத்தை அனுபவித்து வருகிறார்கள். അങ്ങനെ ഒരു മുന്നേറ്റം ഈ തലമുറയിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. அப்படிப்பட்டதான ஒரு முன்னேற்றம் இந்த தலைமுறையில நடைபெற போகிறது என்று நான் விசுவாசிக்கிறேன். ഈ തലമുറയിൽ ആരൊക്കെ കർത്താവിന് വേണ്ടി കർത്താവ് മുൻ കണ്ടിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് തന്റെ സഭയിലേക്ക് ആകർഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. கர்த்தர் யாரெல்லாம் முன்குறித்திருக்கிறார்களோ அவர்களை எல்லாம் கர்த்தர் தம்முடைய சபைக்கு நேராக கவர்ந்து இழுத்து வருகிற காலம் இது. സകല ജഡത്തുമേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. கர்த்தராகிய தேவன் அவர் விதமாக சொல்லியிருக்கிறார், கடைசி காலத்திலே மாம்சமான யாவர் மேலும் என் ஆவியை ஊற்றுவேன். നമ്മുടെ കർത്താവ് തന്നെ മറ്റൊരു വചനത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ല.
கர்த்தர் இன்னொரு இடத்துல சொல்லியிருக்கிறார், நான் என் சபையை கட்டுவேன், பாதாளத்தின் வாசல்கள் அதை மேற்கொள்ள மாட்டாது. ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. கர்த்தர் தம்முடைய மகிமையை வெளிப்படுத்த നമുക്ക് போகிறார். വലിയ കാര്യങ്ങൾ ഈ തലമുറയിൽ പ്രതീക്ഷിക്കാം. நாம் இந்த தலைமுறையிலே பெரிய காரியங்கள் எதிர்பார்ப்போம். ലോകദേശിക ദൈവസഭയും ആത്മാവിനാൽ ഒരുക്കപ്പെടേണ്ട കാലഘട്ടമാണിത്. ஒவ்வொரு உள்ளூர் சபைகளும் ஆவியினாலே ஆயத்தமாக்கப்பட வேண்டிய காலம் இது. നിങ്ങളുടെ ദേശത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു ഭാരം ഉണ്ടായിരിക്കണം. உங்களுடைய தேசத்திலே இழந்து போய் கொண்டிருக்கிற ஆத்துமாக்களை குறித்து உங்களுக்கு ஒரு பாரம் உண்டாக வேண்டும். നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാരം ഉണ്ടാകും. உங்களுக்குள் இயேசு இருப்பாரானால் அந்த பாரம் உங்களுக்குள் காணப்படும். സുവിശേഷം അറിയിക്കാത്ത സഭയും സുവിശേഷം അറിയിക്കാത്ത വ്യക്തിയും ആത്മീയമായി പരാജയപ്പെട്ട് കിടക്കുകയാണ്. சுவிசேஷம் அறிவிக்காத சபையும் சுவிசேஷம் அறிவிக்காத நபரும் ஆவிக்குரிய நிலையிலே தோல்வியை தழுவி இருக்கிறது. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ വലിയ ദൈവമഹത്വം ദൈവം ദേശത്ത് വെളിപ്പെടുത്തിയതുപോലെ பிலிப்பு எனும் ஊழியர் சமரியா பட்டணத்திலே கர்த்தருடைய சுவிசேஷத்தை அறிவித்த பொழுது மாபெரும் எழுப்புதல் அங்கே உண்டாயிற்று. ഈ തലമുറയിൽ നമുക്ക് ചിലത് പ്രതീക്ഷിക്കാം. இந்த தலைமுறையில் நாம் சிலவற்றை எதிர்பார்ப்போம். ദൈവം തന്റെ മഹത്വം നമ്മളിൽ കൂടി വെളിപ്പെടുത്തട്ടെ. கர்த்தர் தம்முடைய மகிமையை நம் மூலமாக வெளிப்படுத்துவாராக. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ആത്മീയ മുന്നേറ്റത്തിനു വേണ്ടി ഇന്നു മുതൽ തന്നെ പ്രാർത്ഥിക്കുക. ஒரு ஆவிக்குரிய முன்னேற்றத்திற்காக நீங்கள் இன்று துவங்கி ஜெபியுங்கள். വചനത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. வார்த்தைக்கு முழுமையாய் கீழ்ப்படியத்தக்கதாக நம்மை முழுமையாக அர்ப்பணிப்போம். ആ പുസ്തകം 2008 പുറത്തിറങ്ങാൻ ദൈവം സഹായിച്ചു. அந்த நூல் 2008 வெளியிடும்படியாக கர்த்தர் உதவி செய்தார். ഇപ്പം മലയാളത്തിൽ അതിന്റെ 9ാമത്തെ എഡിഷനിലേക്ക് ഇറങ്ങുകയാണ്. இப்பொழுது மலையாள மொழியிலே அது 9வது பதிப்பாக வெளியிடுகிறது. തമിഴിലും ആ പുസ്തകം പുറത്തിറക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. தமிழ் மொழியிலும் அந்த நூல் வெளியிடும்படியாக விரும்புகிறேன். അതിന്റെ ആശയങ്ങൾ ഈ യൂട്യൂബ് സന്ദേശം വഴി നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. அந்த புத்தகத்தினுடைய கருத்தை நான் உங்களோடு கூட இந்த யூடியூப் மூலமாக பகிர்ந்து கொள்ள விரும்புகிறேன். உங்களை ஆசீர்வதிப்பாராக. இந்த குறுஞ்செய்தியானது உங்களை அபரிமிதமாக ஆசீர்வதிப்பாராக. கர்த்தர் உங்களை